ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിച്ചു വളർന്ന് ഒരു മികച്ച ഡോക്ടർ ആവാനാണോ നിങ്ങൾക്ക് താല്പര്യം? എങ്കിൽ ഇബ്നു സീന ഇന്റർനാഷണൽ അക്കാദമി നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച അവസരമൊരുക്കുന്നു. SSLC പൂർത്തിയാക്കി സയൻസ് വിഷയത്തിലൂടെ തുടർ പഠനം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് കേരളത്തിലെ തന്നെ മികച്ച ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിൽ +1 +2 എൻട്രൻസ് കോച്ചിംഗ്, കൂടാതെ ഇന്ത്യയിലെ മികച്ച സർവകലാശാലകളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് തീവ്ര പരിശീലനവും. ഇബ്നു സീന ഗേൾസ് ഇന്റർനാഷണൽ ക്യാമ്പസ്, കോട്ടക്കൽ, ഇരിങ്ങല്ലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആദ്യം തന്നെ ഒരു കഥ പറയാം. ഒരു മുത്തശ്ശി കഥയാണ്. ഈ കഥ ഫേസ്ബുക്കിൽ എഴുതിയത് ഷിബു പീഡിയക്കൽ പാസ്റ്റർ എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതുന്നു, ഒരു കാക്ക ഒരു ഏകാദശി നോറ്റു. അത് ഒരു വാഴക്കൈയിൽ വിശ്രമിക്കുകയായിരുന്നു. വാഴക്കൈ ഒടിഞ്ഞ് കാക്ക താഴെ വീണു. കഷ്ടകാലത്തിന് കാലിൽ ഒരു മുള്ളും തറച്ചു. ആ മുള്ള് പിഴുതു കളഞ്ഞു പറക്കാൻ തുടങ്ങവേ അസഹ്യമായ വേദന കാരണം കാക്ക എങ്ങനെയോ അടുത്തുള്ള കുളത്തിൽ വീണു. വെള്ളത്തിൽ നിന്ന് ഒരുവിധം പൊങ്ങി കരക്ക് കയറിയപ്പോൾ കാലിൽ സ്വർണവളകൾ, കഴുത്തിൽ ഒരു രത്നഹാരം. കാക്ക ഇപ്പോൾ സുന്ദരിയായിരിക്കുന്നു. വെള്ളത്തിനടിയിൽ ഉണ്ടായിരുന്ന ഒരു ദേവതയാണ് കാക്കക്ക് ഇതൊക്കെ സമ്മാനിച്ചത്. ഈ കാഴ്ച കാണാൻ അസൂയയോടെ മറ്റ് കാക്കകൾ വന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഈ കാക്കയുടെ വിജയരഹസ്യമാണ്. ഉണ്ടായ അനുഭവം ആ കാക്ക തുറന്നു പറയുകയും ചെയ്തു. സംഭവം കേട്ടതും മറ്റൊരു കാക്കക്ക് ഇങ്ങനെയൊക്കെ കിട്ടണമെന്ന ആഗ്രഹമായി. ആ കാക്കയും ഏകാദശി നോറ്റു. അത് വാഴക്കൈയിൽ തന്നെ ചെന്നിരുന്നു. താഴെ വീഴണമെങ്കിൽ വാഴക്കൈ ഒടിയണമല്ലോ. കാക്ക എങ്ങനെയോ വാഴക്കൈ കൊത്തി ഒടിച്ചു താഴെ വീണു. താഴെ മുള്ളുണ്ടായിരുന്നുവെങ്കിലും കാലിൽ കൊണ്ടില്ല. ഒരു മുള്ളെടുത്ത് കാലിൽ തറച്ചു. എന്നിട്ട് കുളത്തിലേക്ക് ചാടി. ഉയർന്നു വന്നപ്പോൾ കാലിൽ ഭാരമുണ്ട്. അത് സ്വർണവളകളായിരുന്നില്ല, കാലിൽ കടിച്ച ഒരു ഞണ്ടായിരുന്നു. കഴുത്തിലെ ഭാരം ഒരു നീർക്കോലിയുടേതായിരുന്നു. തനിക്കും പീച്ചണിയുണ്ടെന്ന് പണ്ഡിതൻ. ഇതൊരു കഥയാണ്. കഥാപാത്രം സാങ്കല്പികമാണ്. കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണെങ്കിലും വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാക്കകൾ ഏകാദശി നോക്കുന്നുണ്ട്, കുളത്തിൽ വീഴുന്നുണ്ട്, കാലിൽ മുള്ളെടുത്തു കുത്തുന്നുണ്ട്, നീർക്കോലി കഴുത്തിൽ കുടുങ്ങുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ അനിൽ കൊടിത്തോട്ടം പാസ്റ്ററെ കുറിച്ചാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു തരംഗമെന്ന് പറയുന്നത് ജിഹാദികളുടെ വധഭീഷണിയാണ്. ആ വധഭീഷണിയെക്കുറിച്ച് ആരു പറഞ്ഞാലും മറുത്തൊന്ന് ആലോചിക്കാതെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും മതം വിടുമ്പോൾ ഒന്നാമതായി പറയുന്നത് എനിക്ക് വധഭീഷണിയുണ്ട് എന്ന്, എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന്. അത്തരത്തിലൊരു കഥയുമായിട്ടാണ് ശ്രീ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ വന്നിട്ടുള്ളത്. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ മാവേലിക്കരയിൽ നിന്നും എനിക്ക് അടൂരിനപ്പുറത്ത് തുവയൂരുള്ള ഒരു കൺവെൻഷനിൽ രാത്രി പങ്കെടുക്കേണ്ടതിന് യാത്രയായി. കറ്റാനം എന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും എൻ്റെ പിന്നിൽ ഒരു വെള്ളക്കാറ് എന്നെ ചേസ് ചെയ്യുന്നതുപോലെ അനുഭവപ്പെട്ടു. ഒട്ടേറെ ഘട്ടങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആ മനുഷ്യൻ്റെ പ്രവൃത്തി നിമിത്തം അയാൾ മദ്യപിച്ചിട്ടുണ്ടാകും എന്ന് കരുതി ഞാൻ കാറ് സൈഡിൽ ഒതുക്കി അയാൾക്ക് പോകാൻ അവസരമുണ്ടാക്കി. ആ പോകുന്ന മനുഷ്യൻ വളരെ ഗൗരവത്തോടെ എന്നെ നോക്കിയെങ്കിലും അത് ഇത്തരം ജൂനിയർ ലാതന്മാരുടെ ജനസിൽപ്പെട്ട ആളാണെന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഏതായാലും ഞാൻ യാത്ര അല്പം താമസിപ്പിച്ച് മറ്റൊരു വഴിക്ക് കൂടി ഈ തുവയൂർ എത്തി. അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ പാർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഫ്രഷായി ഭക്ഷണം കഴിഞ്ഞ് ഞാൻ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എൻ്റെ സ്നേഹിതൻ്റെ വീടും ഈ യോഗസ്ഥലവും തമ്മിൽ കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രം അകലമുള്ളൂ. പ്രസിദ്ധമായ മണ്ണടി എന്നൊക്കെ പറയുന്ന വെലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മേഖലയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്. ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, യോഗസ്ഥലത്തേക്ക് ഇനി പോവുകയാണ്, എനിക്ക് 7 മണിക്ക് പ്രസംഗം ആരംഭിച്ച് 8:30 മണിയോടെ നിർത്തേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു തനിച്ച് പോകണ്ട, കാരണം വഴി തെറ്റാൻ ഇടയുണ്ട്, അതുകൊണ്ട് വഴികാട്ടിയായി ഞാൻ മുമ്പിൽ വരാം. അദ്ദേഹം ഒരു ബൈക്കിൽ തൻ്റെ മകനെയും കൂടെ ഇരുത്തി യാത്ര ആരംഭിച്ചു. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാറിലും യാത്ര തുടർന്നു. ചെറിയ പാതകൾ പിന്നിട്ട്
പ്രധാന റോഡിലേക്ക് ഇറങ്ങേണ്ട ഇടത്ത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. പകൽ ഞാൻ കണ്ട അതേ കാർ ആർക്കു വേണ്ടിയോ കാത്തു കിടക്കുന്നത് പോലെ കിടന്നിട്ടു. ഞാൻ വാഹനം കൊണ്ടില്ലെന്ന ആ വേളയിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒപ്പമെത്താൻ വെമ്പുന്ന പോലെ ഇടിച്ചില്ല എന്ന മട്ടിൽ എൻ്റെ മുമ്പിലേക്ക് പോകുന്നു. എന്നിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ധരിച്ചു പോക്കറ്റ് റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കുറ്റം എൻ്റെ ഭാഗത്താകും. അതുകൊണ്ട് ഞാൻ പരമാവധി സിഗ്നലിട്ട് വണ്ടി കൂടുതൽ ഒതുക്കി. എങ്കിലും അയാൾ എൻ്റെ പിന്നാലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ വരുന്നു. ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു ഇതെന്താണ്. ഏതായാലും എനിക്ക് അവിടെ നിന്ന് അധിക ദൂരം പോകേണ്ടതില്ല. കഷ്ടിച്ച് മെയിൻ റോഡിൽ നിന്ന് ഒരു 50-100 മീറ്ററിനുള്ളിൽ ഞാൻ യോഗ സ്ഥലത്തെത്തി. അവിടുത്തെ കമാനങ്ങളും ആൾത്തിരക്കുമൊക്കെ അതാണ് ഞാൻ പ്രസംഗിക്കേണ്ട ഇടമെന്ന് വ്യക്തമാക്കി. സംഘാടകർ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ അകത്ത് സൗകര്യമൊരുക്കി. ഞാൻ അവിടേക്ക് പ്രവേശിച്ചു. എൻ്റെ സ്നേഹിതന് എന്തോ ഒരു അപകടം മണത്തു. അദ്ദേഹം ഈ കാറുകാരനെ പിന്തുടർന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത മീശയില്ലാത്ത, താടി നീട്ടി വളർത്തിയ, ആ താടി കളർ ചെയ്തിട്ടുള്ള ഒരു ലാതൻ രൂപം തന്നെയാണ്. ഏതായാലും അദ്ദേഹം ആരെയെന്നറിയാൻ വേണ്ടി ബൈക്കിൽ പിന്തുടർന്നപ്പോൾ പിടികൊടുക്കാതെ അതിവേഗം ഓടിച്ചുപോയി. ഇതാണ് നടന്ന സംഭവം. വളരെ മനോഹരമായ ഒരു കഥയാണ്, സുന്ദരമായി തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അപലപിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു കഥ ഇദ്ദേഹം മുമ്പിലേക്ക് വെക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം തെളിവൊന്നും മുമ്പിലേക്ക് വെച്ചിട്ടില്ല. എന്നാൽ സത്യമുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹം യൂട്യൂബിൽ വീഡിയോ ഇടുകയായിരുന്നോ വേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നു, ഇത്തരത്തിലൊരു തിക്താനുഭവം ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ ഒന്നാമതായി അദ്ദേഹം നിയമപരമായി അതിനെ നേരിടുകയാണ് വേണ്ടത്. അദ്ദേഹത്തിനൊരു വെള്ള പേപ്പറിൽ പരാതി എഴുതി കൊടുത്താൽ തന്നെ നമ്മുടെ നാട്ടിലെ അന്വേഷണ സംഘങ്ങൾ അത് കൃത്യമായി അന്വേഷിക്കും. ഇനി അതുകൊണ്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല എങ്കിൽ മറ്റു മാർഗങ്ങളും നിയമപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതൊന്നും സ്വീകരിക്കാതെ എനിക്കെന്തോ വലിയ ഭീഷണിയുണ്ട്, എനിക്കിത് രണ്ടാമത്തെ അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കറ്റാനം എന്ന സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം പറഞ്ഞ സ്ഥലം വരെ ഈ വാഹനം പിന്തുടർന്നു എങ്കിൽ ഇതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ CCTV ക്യാമറ കാണുമല്ലോ. ഒരു പരാതി കൊടുത്താൽ ആ ക്യാമറ പരിശോധിച്ച് ആ വണ്ടി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ. മാത്രമല്ല, ഇദ്ദേഹത്തെ ചേസ് ചെയ്ത വാഹനം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അപകടം മനസ്സിലാക്കി ആ വാഹനത്തെ ബൈക്കിൽ പിന്തുടർന്നു, ആ വാഹനം വേഗത്തിൽ ഓടിച്ചുപോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ആ ബൈക്കിൽ പിന്തുടർന്ന സുഹൃത്തിന് ആ വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്യാൻ കഴിയുമല്ലോ. ഇദ്ദേഹത്തെയും ആ വാഹനം ഓവർടേക്ക് ചെയ്തു പോയി എന്ന് പറയുന്നു. ഇദ്ദേഹത്തിനും ആ നമ്പർ നോട്ട് ചെയ്യാൻ കഴിയുമല്ലോ. ഒരുപക്ഷെ റിയർ വ്യൂ മിററിലൂടെ നോക്കിയാൽ നമ്പർ മനസ്സിലാകുന്നില്ലെങ്കിലും ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ ആ നമ്പർ നോട്ട് ചെയ്യാൻ കഴിയുമല്ലോ. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ആ വാഹനം ഒരു വെള്ളക്കാറാണ്, അതിലിരിക്കുന്ന മനുഷ്യൻ്റെ താടി ലാതൻ്റെ താടിയാണ് എന്ന ഒരു തെളിവല്ലാതെ ഒരു തെളിവും മുമ്പിലേക്ക് വെക്കാതെ ജിഹാദികളുടെ ആക്രമണ ഭീഷണി എനിക്കുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് നേരത്തെ ആ കാക്ക കുളത്തിൽ ചാടി സ്വർണവളയുമായി പൊന്തിയതുപോലെ എനിക്കും എന്തെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണോ ഇദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് ന്യായമായും ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും ഇവരുടെയൊക്കെ ഉദ്ദേശം ഇതിൻ്റെ മറവിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുന്നതിൻ്റെ മറവിൽ ഇസ്ലാമിനെ അങ്ങ് വിമർശിച്ച് തകർത്ത് കളയാം എന്ന ഉദ്ദേശം മാത്രമാണ്. അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. നിങ്ങളല്ല കുറ്റവാളി, നിങ്ങളുടെ പ്രമാണമാണ്. ആ പ്രമാണം പഠിക്കുന്ന ഒരാൾക്കും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല. ആ സിദ്ധാന്തങ്ങൾ ഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അന്യമതസ്ഥനെ സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയില്ല. നിങ്ങളുടെ പ്രശ്നമല്ല. കുപ്രസിദ്ധമായ തൗബ എന്ന അധ്യായം ഖുർആനിലുണ്ടല്ലോ. അതുപോലെ തന്നെ അന്യമതസ്ഥരെ കാണുന്നിടത്ത് ആക്രമിക്കാൻ, ക്രൈസ്തവനെ യഹൂദനെ കാണുന്നിടത്ത് ഉന്മൂലനം ചെയ്യാൻ പറയുന്ന അൽമായിദ എന്ന അധ്യായമുണ്ടല്ലോ. ഇതിലെ ആയത്തുകളൊന്നും ഇന്ന് ഈ സംഭാഷണം ഞാൻ നിങ്ങളുമായി നിർവഹിക്കുമ്പോഴും
നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചിന്തകൾ അതൊക്കെ തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് അതിശയോക്തിയില്ല, അത്ഭുതമില്ല. എന്നാൽ എന്നെപ്പോലെയുള്ള ചില ആളുകൾ ഈ പ്രശ്നങ്ങളെ കൃത്യമായി ജനങ്ങളുടെ മധ്യത്തിൽ എത്തിച്ചത്, അത് നിങ്ങൾക്കുണ്ടാക്കിയ നഷ്ടത്തിൻ്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ്. കാരണം ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കങ്ങളെ, അതിലെ മനുഷ്യത്വരാഹിത്യത്തെ, അതിലെ കൊടും ഭീകരതയെ, രക്തച്ചൊരിച്ചിലിനെ, കരുണ എന്ന് പറഞ്ഞിട്ട്, ദയ എന്ന് പറഞ്ഞിട്ട് കിരാതവും ഭീകരവും നിഷ്ഠൂരവുമായ ചോരക്കൊതിമൂത്ത ഒരു ദേവനെ പ്രകീർത്തിക്കുന്ന ആ മാനസികാവസ്ഥയുടെ പിന്നാമ്പുറങ്ങൾ സമൂഹമറിയാൻ നിങ്ങളുടെ സംവാദകർ കാരണമായി. ഞങ്ങൾ അത് ഇനിയും പറയും, മരണം വരെ പറയും. മരണം വരെ നിങ്ങൾ പറയുകയും വേണം. നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനുണ്ടാകുന്നുണ്ട്. നിങ്ങൾ കരുതിയത് നിങ്ങളിങ്ങനെ ക്യാമറയുടെ മുമ്പിലിരുന്ന് നാലൊച്ച വെക്കുമ്പോൾ ഒലിച്ചു പോകുന്നതാണ് ഇസ്ലാം എന്നാണോ? സംവാദം അത് വലിയൊരു കോമഡിയാണ്. അടുത്തൊരു വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. താങ്കൾ സംവാദത്തിന് പങ്കെടുത്തപ്പോഴുള്ള താങ്കളുടെ വാദഗതികളും മറ്റുമൊക്കെ നമുക്ക് വിശദമായി തന്നെ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഞാൻ അതിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ? അൽ-മാഇദ സൂറത്ത് വായിച്ചപ്പോൾ, കുപ്രസിദ്ധമായ തൗബ സൂറത്ത് വായിച്ചപ്പോൾ ഒരു വിശ്വാസിക്ക് ഇതര മതത്തിലുള്ള ഇതര മത സഹോദരങ്ങളെ വെറുക്കാനാണ് അതിൽ നിന്ന് പഠിച്ചത് എന്നാണ്. ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ട് പോലും. ആ ആയത്തിൽ തന്നെ വ്യക്തമാണ് ആരെയാണ് കൊല്ലേണ്ടത്, എങ്ങനെയുള്ളവനെയാണ് കൊല്ലേണ്ടത്. അതിൻ്റെ മുകളിലും താഴത്തുമൊക്കെ വചനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എത്ര ആവർത്തി നിങ്ങളോടും നിങ്ങളെപ്പോലുള്ളവരോടും മുസ്ലിം സമൂഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. നിങ്ങളതൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കതൊക്കെ അറിയുകയും ചെയ്യാം. പിന്നെ രക്തക്കൊതിമൂത്ത ഒരു ഗോത്രദേവൻ അള്ളാഹുവിനെ പരാമർശിച്ചതാണ്. ആർക്കാണ് രക്തക്കൊതിയെന്നും ആരാണ് ഗോത്രദേവനെന്നുമൊക്കെ താങ്കൾ സ്വന്തം പുസ്തകമൊന്ന് വായിച്ചാൽ മതി. ആ പുസ്തകത്തിൻ്റെ 2 രൂപങ്ങളുണ്ടല്ലോ, അതിൽ പഴയ രൂപമൊന്ന് വായിച്ചു നോക്കിയാൽ രക്തക്കൊതിയുടെ ഉന്മാദ രൂപം വളരെ കൃത്യമായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഏതായാലും ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വന്നിരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് ബബ്ബബ്ബ അടിച്ചിട്ടുണ്ട്. ഒറ്റക്കിരുന്ന് വീഡിയോ ഇറക്കി ഇങ്ങനെ ഗീർവാണം അടിക്കാനല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇതൊന്നും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയില്ല എന്നത് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ നിരീശ്വരവാദിയായ ജാമിദയെ നിങ്ങളുടെ റൂമിൽ മുസ്ലിമുമായി സംവാദത്തിലേർപ്പെടാൻ നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുത്തത്. കൊടിത്തോട്ടത്തെ പോലെ ഒരാൾ അതിനെ മോഡറേറ്റർ ചെയ്തത് മാത്രമാണോ? അതിനപ്പുറം ആരിഫ് ഹുസൈൻ എന്ന മറ്റൊരു സ്വതന്ത്ര ചിന്തകനെ വിളിച്ച് നിങ്ങൾ പറഞ്ഞത് ആരിഫ് ഹുസൈൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ അനിൽ കൊടിത്തോട്ടത്തിന്റെ ഒരു കോൾ എനിക്കും വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞ കാര്യം അവരോട് നമ്മൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ പറഞ്ഞത്, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ആളുകൾ ക്രിസ്ത്യാനിറ്റിയൊക്കെ ഉപേക്ഷിച്ച് പുറത്തു പോകുന്നു, അത് ഇസ്ലാമിലേക്ക് പോകുന്നുണ്ട്, അതുകൂടാതെ സ്വതന്ത്ര ഇന്ത്യയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇവരെത്ര തന്നെ പ്രവർത്തിച്ചിട്ടും ഇസ്ലാമിനൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നു മാത്രമല്ല, ഇവർക്കിടയിൽ നിന്ന് അടിയൊഴുക്കുണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ കൊടിത്തോട്ടം പാസ്റ്റർ തന്നെ ഇസ്ലാമിനെ അടിക്കാൻ ഇസ്ലാം വിട്ടുപോയ ആരിഫ് ഹുസൈൻ എന്ന നിരീശ്വരവാദിയെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. ഇതല്ലേ നിങ്ങളുടെ സംവാദത്തിൻ്റെ കോലം? അതുകൊണ്ട് ഈ ജാതി ഗീർവാണങ്ങളൊക്കെ ഒറ്റക്കിരുന്ന് അടിച്ചോളൂ. കുഞ്ഞാടുകളുടെ ജൈവിളികൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സ്വർണവള കിട്ടിയാലോ എന്ന ഒരു പ്രതീക്ഷയും നിങ്ങൾക്കുണ്ടാവും. കാര്യങ്ങൾ നടക്കട്ടെ. ഏതായാലും സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഭീഷണി കഥകൾ ഒരുപാട് ഇവരെ പോലെയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരും. ജാമിദയും ജബ്ബാറും ആരിഫ് ഹുസൈനും ഇപ്പോൾ ഈ അടുത്ത് മതം വിട്ട ഒരു പയ്യനും അങ്ങനെ തുടങ്ങി ഇവരൊക്കെ നിരന്തരമായി സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനോ അല്ലെങ്കിൽ അവരുടെ അനുകമ്പ നേടിയെടുക്കാനോ വേണ്ടി ഇത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ ഒരു വാക്കുപോലും ഇവർ പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കി അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവരെന്തെങ്കിലുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ആശയ സംവാദം നേർക്ക് നേരെ ഇരുന്ന് ചർച്ച ചെയ്ത് കൃത്യമായി ആശയം സമർത്ഥിക്കും
പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ടാണല്ലോ മഹാനായ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകൾ, 10 സ്വഭാവ ഗുണങ്ങൾ പറയാമോ എന്ന് ചോദിച്ച് വെല്ലുവിളി നടത്തി. ഞാൻ പറഞ്ഞു 10 ഞാൻ പറയാം. കൊടിത്തോട്ടം പാസ്റ്റർ, നിങ്ങളുടെ ഗുരുവിൻ്റെ 10 പറയൂ. അങ്ങനെ ഒരെണ്ണം തുടങ്ങി, ഒന്നിൽ തന്നെ അവസാനിച്ചു. രണ്ടാമതിലേക്ക് പോകാൻ കഴിയാത്തത് എന്താ പാസ്റ്ററെ? കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില വചനങ്ങളുമായി നിങ്ങൾ വന്നല്ലോ. ഞാൻ അതിന് മറുപടി വീഡിയോ ഇറക്കി. നിങ്ങൾ ഇന്നേ വരെ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണവിശേഷം പറയാൻ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ നിങ്ങളാണോ സംവാദം കൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഗീർവാണ പ്രസംഗം നടത്തുന്നത്? ഇനി നമ്മൾ തമ്മിൽ നേർക്ക് നേരെ ഇരുന്ന ക്ലബ് ഹൗസിലെ സംവാദം, അതിനെക്കുറിച്ച് ഞാൻ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ പറയാം. ഏതായാലും ആ കാക്കയ്ക്ക് സ്വർണമാലയും സ്വർണവളകളും കിട്ടിയതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും കിട്ടുമോ എന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിച്ചു വളർന്ന് ഒരു മികച്ച ഡോക്ടർ ആവാനാണോ നിങ്ങൾക്ക് താല്പര്യം? എങ്കിൽ ഇബ്നു സീന ഇന്റർനാഷണൽ അക്കാഡമി നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച അവസരമൊരുക്കുന്നു. SSLC പൂർത്തിയാക്കി സയൻസ് വിഷയത്തിലൂടെ തുടർ പഠനം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് കേരളത്തിലെ തന്നെ മികച്ച ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിൽ +1 +2 എൻട്രൻസ് കോച്ചിംഗ്, കൂടാതെ ഇന്ത്യയിലെ മികച്ച സർവകലാശാലകളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് തീവ്ര പരിശീലനവും. ഇബ്നു സീന ഗേൾസ് ഇന്റർനാഷണൽ ക്യാമ്പസ്, കോട്ടക്കൽ, ഇരിങ്ങല്ലൂർ.